Hi, hello, welcome back to my YouTube channel Blush with Arya. സോ ഞാൻ ഇന്ന് ഒരു ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ അതൊന്ന് ആ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഷിഹാന ഷാൻ അപ്പോൾ ഷിഹാന ഷാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇത് വന്നിട്ട് ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടത്. ഈ ഒരു ഫേസ് പാക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റൺ ആവും നമ്മുടെ സ്കിൻ, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ് നമുക്ക് തരുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ എനിക്കിത് ശരിക്കും വർക്കിംഗ് ആവുമോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത്. വർക്കിംഗ് ആവില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത്. പക്ഷേ ഷോക്കിംഗ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഷോക്കിംഗ് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഷോക്കിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്, എൻ്റെ പേര് ആര്യ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത്, നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈന്തപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് നല്ല ഡ്രൈ ആവാത്തതുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതുപോലെ ഡ്രൈ ആണെങ്കിൽ നിങ്ങളിതുപോലെ പാലിൽ സോക്ക് ചെയ്തിട്ട് വെക്കുക. ഒരു 1 അവറെങ്കിലും വെക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടി നല്ലത് അതിൽ കുരു കളഞ്ഞിട്ട് ഇട്ട് വെച്ച് പെട്ടെന്ന് സോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് സോക്ക് ചെയ്യാൻ കുറച്ചും കൂടി കൂടുതൽ സമയം എടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി പാലെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പച്ചരി പൊടിയാണ്, അരിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നത് ഉപയോഗിക്കാത്തത് നല്ലത്. വീട്ടിൽ കുറച്ചൊക്കെ പച്ചരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മുൾട്ടാണി മിട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുൾട്ടാണി മിട്ടി അതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തൈരാണ്. കട്ട തൈരാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അടുത്ത് കട്ട തൈരൊന്നുമില്ല, മിൽമയുടെ ഒരു കട്ട തൈരാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് മുഖം വാഷ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം അതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് കുറച്ച് ഡ്രൈ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് ഡ്രൈ ആവതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഞാൻ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം കേട്ടോ ഞാൻ വാഷ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാലോ, മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് മുൾട്ടാണി മിട്ടി നമ്മുടെ ഫേസിൽ നിന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഈന്തപ്പഴത്തിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ഈന്തപ്പഴം നമ്മുടെ ഫേസിൽ ഗ്ലോ തരാൻ ഇതിൽ കുറേയധികം വൈറ്റമിൻ എ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഈന്തപ്പഴം എന്ന് പറയണത്. അപ്പോൾ നമുക്ക് തലേ ദിവസം നമുക്ക് വേണമെങ്കിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് അരച്ചെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് സോക്ക് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ചൂട് മിൽക്കിൽ നമ്മൾ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴം നമ്മുടെ സ്കിന്ന് ഗ്ലോ കൊണ്ടുവരാനും പിന്നെ വൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അരിപ്പൊടി അറിയാമല്ലോ, കൊറിയൻകാരുടെ മെയിനായിട്ടുള്ളവരുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് അരിപ്പൊടി, അല്ലെങ്കിൽ അരി വെച്ചിട്ടുള്ള ഷീറ്റ് മാസ്ക്, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ കൊറിയക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഞാൻ ഇത് കട്ട് ചെയ്യാണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്താ മാറ്റം എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഞാനിത് അങ്ങനെ വെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. കുറച്ച് സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ അരിപ്പൊടി ചേർത്തതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഞാൻ വിചാരിച്ച സത്യം പറയുകയാണെങ്കിൽ ഞാൻ റിസൾട്ടൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ മാറ്റം ഉണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ അവരിലൊക്കെ നന്നായിട്ട് ഇതൊന്ന് നോക്കുകയാണെങ്കിൽ, ഇതുപോലെ ഒരു സൈഡ് ഇട്ട് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് എൻ്റെ സ്കിന്നിൽ തന്നെ എനിക്ക് ഇത്ര ചേഞ്ചസ് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പറയണ്ടല്ലോ, നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത്ര റിസൾട്ടാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഈന്തപ്പഴത്തിന് കുറച്ച് വില കൂടുതലാണ്.
കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇടയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ നോക്കി എനിക്ക് ആ ഒരു ചേഞ്ചസ് എൻ്റെ ഫേസിൽ തന്നെ എനിക്ക് അറിയാനായിട്ട് പറ്റും. ഞാൻ ശരിക്കും ഷോക്കിംഗ് ആയിട്ടോ. ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. നോക്കൂ എത്രമാത്രം ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഭയങ്കര എന്താ പറയുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എഫക്റ്റീവ് ആണോ, ട്രൈ ചെയ്ത് നോക്കണോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് കുറേ നാളായി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്കതിന് സമയം കിട്ടിയത്. ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു ഫേസ് പാക്ക് തന്നെയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time. സോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് പെട്ടെന്ന് നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടെ തേക്കുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നിറം കിട്ടുമെന്നാണ് പറയണത്. എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.